ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനൽ പുതിയൊരു വീഡിയോയിലോട് സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഹോണ്ടയുടെ ബിഗ് വിങ് എന്ന ഷോറൂമിലാണ്. നമ്മുടെ പെരിങ്ങാവുള്ള ഹോണ്ട ബിഗ് വിങ് ആണ് നമ്മൾ നിൽക്കുന്നത്. ഇന്ന് നമുക്ക് പരിചയപ്പെടാനായിട്ടൊരു പുതിയൊരു അതിഥി ഉണ്ട്. ഒരു വൺ എഫ് കൈൻ്റെ ബീസ്റ്റ് എന്നൊക്കെ പറയാം. ഹോണ്ടയുടെ ഒരു കുഴപ്പമില്ലാത്തൊരു ബീസ്റ്റ് എന്ന് പറയുന്ന ഒരു വണ്ടി അല്ലെങ്കിൽ ഒരു അതിഥി, അതിനെ പരിചയപ്പെടാൻ നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. ഇതാണ് ഞാൻ പറഞ്ഞ ബീസ്റ്റ്. നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാണാൻ വെച്ചാൽ ഒരു 500X ആണെന്ന് തോന്നും. എന്നാൽ അതല്ല. പിന്നെ നമ്മൾ ഒന്നുകൂടി നോക്കുകയാണെന്ന് വെച്ചാൽ ആഫ്രിക്കൻ ട്വിൻ ആണോ? അതുമല്ല. എന്നാൽ ആഫ്രിക്കൻ ട്വിൻ്റെ ഒരു കസിൻ ബ്രദർ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഹോണ്ട ട്രാൻസാൽപ്പ് XL 750. നിങ്ങളുടെ ആവശ്യം എന്താണ്? ഒരു സിറ്റി യൂസ് ആണോ നിങ്ങളുടെ ആവശ്യം? എന്നാൽ ഞാൻ സജസ്റ്റ് ചെയ്യാം ഹോണ്ട ട്രാൻസാൽപ്പ് 750. അതല്ല, നിങ്ങൾക്ക് ഹൈവേ കൂടെ ക്രൂസ് ചെയ്യണം, ക്രൂസ് ചെയ്ത് അത്യാവശ്യം നല്ലൊരു RPM കയറ്റി കൊണ്ടുപോകണം, അങ്ങനെ വെച്ചാലും നമുക്ക് എടുക്കാം ഹോണ്ട ട്രാൻസാൽപ്പ് 750. അതല്ല, നിങ്ങൾക്ക് ഓഫ് റോഡ് പോകണം, അങ്ങനെയാണെച്ചാലും എന്തെടുക്കാം? ട്രാൻസാൽപ്പ് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഒരു ഓൾറൗണ്ട് ബൈക്കാണ് നമ്മുടെ ഈ ട്രാൻസാൽപ്പ് എന്ന് പറയുമ്പോൾ. ഈ ഹോണ്ട ആ ഒരു പർപ്പസിന് വേണ്ടി തന്നെയാണ് ഈ വണ്ടി ഇറക്കിയത്. ഒരു ഓൾറൗണ്ട് മെഷീൻ അല്ലെങ്കിൽ ഒരു ഓൾറൗണ്ട് ബീസ്റ്റ് മെഷീൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ബൈക്കാണ്. അതായത് ഞാൻ വേറൊരു കാര്യത്തിൽ പറയാം, കുറേ ആഫ്രിക്കൻ ട്വിൻ ഫാൻസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ആഫ്രിക്കൻ ട്വിൻസ് എല്ലാവർക്കും അഫോർഡ് ചെയ്യണമെന്ന് പറ്റണമെന്നില്ല. എന്നാൽ 10-20 ലക്ഷം രൂപ എങ്ങനെ പോയാലും നമ്മുടെ ഇവിടെ ഓൺ റോഡ് വരും, കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ വരും. എന്തായാലും 10-20 ലക്ഷം രൂപ. ആൻഡ് 10-20 ലക്ഷം രൂപ എടുക്കാനില്ലാത്തവർക്ക് പിന്നെയുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഹോണ്ട 500X ആണ്. എന്നാൽ അവർക്ക് ഇത്തിരി കൂടി പവർ വേണം. 500Xനാണ് കൂടുതൽ പവർ വേണം, എന്നാൽ അത്ര ബഡ്ജറ്റ് ഇല്ല. അങ്ങനെയുള്ളവർക്ക് നോക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ഹോണ്ട ട്രാൻസാൽപ്പ് 750 XL എന്ന് പറയുന്നത്. അങ്ങനത്തെ ഉള്ള ഒരു ഓഡിയൻസിന് തന്നെയാണ് നമ്മുടെ ഈ ഹോണ്ട ഈ ഒരു ബൈക്ക് ഇറക്കിയത്. അതായത് ഒരു 10-14 lakhs ഉള്ളിൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു ഓഫ് റോഡ് കേപ്പബിൾ ഉള്ള വണ്ടി, അല്ലെങ്കിൽ നല്ല ഹൈവേയിൽ ക്രൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്യൂറർ, അല്ലെങ്കിൽ ഒരു സിറ്റീസിനായിട്ടൊരു വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നോക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഹോണ്ട ട്രാൻസാൽപ്പ് XL 750 എന്ന് പറയുമ്പോൾ. ആൻഡ് ഇതിൻ്റെ പവർ ഫിഗേഴ്സ് നോക്കുകയാണെന്ന് വെച്ചാൽ 90 bhp പവർ അറ്റ് 9500 RPM, അതേപോലെ തന്നെ 75 Nm ടോക്ക് അറ്റ് 7500 RPM. അപ്പോൾ അത്യാവശ്യം നല്ല പവറുണ്ട്, എന്നാൽ നല്ല ഓഫ് റോഡ് കേപ്പബിലിറ്റി ഉണ്ട്, നന്നായി ക്രൂസ് ചെയ്യാം, സിറ്റി യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ എല്ലാം കൂടിയും നിറഞ്ഞൊരു പാക്ഡ് വണ്ടിയാണ് ഹോണ്ടയുടെ ട്രാൻസാൽപ്പ് 750 XL എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ എൻജിൻ സൈഡിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ എൻജിൻ വരുന്ന 755cc വരുന്ന ഒരു 812 പാരലൽ ട്വിൻ എൻജിനായി വരുന്ന 2 സിലിണ്ടേഴ്സൊക്കെ ആയിട്ട് വരുന്ന ഒരു എൻജിൻ. ഇനി കെം ടു ഓഫ് റോഡ് കേപ്പബിലിറ്റീസ്. ഓഫ് റോഡിൻ്റെ കേപ്പബിലിറ്റീസ് നോക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഹൈറ്റ്, ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുമ്പോൾ നമുക്ക് കാണാം 212, അതായത് 212 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ സീറ്റ് ഹൈറ്റ് ഒന്നുമില്ല, ഒരു 850 mm സീറ്റ് ഹൈറ്റാണ് ഇതിന് വരുന്നത്. ഇതിൻ്റെ വീൽ ബേസ് നോക്കുമ്പോൾ 1560 mm ആണ് ഇതിൻ്റെ വീൽ ബേസ് വരുന്നത്. അത്യാവശ്യം വലുപ്പമുണ്ട്. വലുപ്പം എന്ന് വെച്ചാൽ അത്യാവശ്യം നീട്ടുണ്ട് വണ്ടി. അതുപോലെ തന്നെ ഒരു ബീസ്റ്റ് ലുക്കിംഗ് വണ്ടി തന്നെയാണ്. അത്യാവശ്യം ഇത്തിരി മസിലൊക്കെ നമ്മുടെ 500X ജിമ്മിനൊക്കെ പോയി വന്ന പോലത്തെ ഒരു ഷേപ്പാണ് ഇതിന് വരുന്നത്. എന്നാൽ ആഫ്രിക്കൻ ട്വിന്നിൻ്റെ അവിടെ ഇവിടെയൊക്കെ ഒരു ചെറിയൊരു കട്ടുണ്ട് വണ്ടിക്ക്. നിങ്ങൾക്കൊരു സൂപ്പർ ബൈക്ക് ഓൺ ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ളവർ, അത്രയ്ക്ക് ബഡ്ജറ്റ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ആ ഒരു ലുക്കിൽ, ആ ഒരു എന്നുവെച്ചാൽ സൂപ്പർ ബൈക്ക് കൊണ്ടു നടക്കുന്ന അത്ര ബുദ്ധിമുട്ടുണ്ടോ അതുമില്ല, അങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ ട്രാൻസാൽപ്പ് എന്ന് പറയുന്നത്. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഒരു ഫുൾ റിവ്യൂ എന്ന രീതിയിൽ നിങ്ങൾ കാണണ്ട, ജസ്റ്റ് ഒരു വാക്ക് അറൗണ്ട് വീഡിയോ നമുക്ക് കാണാം. നമ്മൾ ഫ്രണ്ട് പ്രൊഫൈൽ നോക്കുമ്പോൾ 500Xന് വരുന്ന പോലത്തെ ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റ് ആണ് കാണുന്നത്. അതുപോലെ തന്നെ LED ഹെഡ് ലാമ്പ് യൂണിറ്റ് ആണ്
നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സും LED ആണ് വരുന്നത്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു ഹോണ്ടയുടെ ബാഡ്ജിങ് കൊടുത്തൊരു വൈസർ കാണാം. അത്യാവശ്യം വലിയൊരു വൈസറാണ്. പിന്നെ അടിക്ക് വരുമ്പോൾ ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് വരുന്നത്. ആൻഡ് മഡ് ഗാർഡൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മഡ് ഗാർഡാണ് കേട്ടോ. പിന്നെ നമ്മൾ അടിക്ക് വരുമ്പോൾ ടയേഴ്സിൻ്റെ ഇതിൽ വരുമ്പോൾ 2 ഡിസ്ക് ബ്രേക്ക് കാണാം. 310 ആണ് അതിൻ്റെ സൈസ് വരുന്നത്. ഡ്യുവൽ ചാനൽ ABS ഉള്ള ഒരു ഡിസ്ക് ബ്രേക്ക്. പിന്നെ ടയർ സൈസ് നോക്കുകയാണെന്ന് വെച്ചാൽ 90/90 വരുന്നത്. ഇതൊക്കെയാണ് മെയിനായിട്ട് ഫ്രണ്ട് പ്രൊഫൈൽ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ ആ സ്പോക്കറ്റ് വീൽസ് തന്നെ നോക്കിയാൽ എന്ത് ഭംഗിയാണ്. ആ ഗോൾഡിൻ്റെ ഒപ്പം ആ സിൽവർ സ്പോക്സ് വരുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇതിൻ്റെ ആ സ്പോക്കറ്റ് വീൽസ്. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അതിൻ്റെ ഒപ്പം 2 ഡിസ്ക് ബ്രേക്ക് കൂടി വരുമ്പോൾ ലുക്ക് തന്നെ മാറി. എന്താ പറയുക, നമുക്കിങ്ങനെ നോക്കി നിൽക്കാൻ തോന്നും. നമ്മൾ സൈഡ് പ്രൊഫൈലിൽ വരുമ്പോൾ അത്യാവശ്യം ചെറിയൊരു ഫെയറിംഗ് ആണ്. അത്ര വലിയ ഫെയറിംഗ് ഒന്നുമില്ല, ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് മെയ്ഡ് ആയിട്ടുള്ളൊരു ഫെയറിംഗ് ആണ് വരുന്നത്. ആൻഡ് നമ്മൾ ഇപ്പുറം നോക്കുമ്പോൾ ഒരു ഫ്യൂൽ ടാങ്ക് കാണാം. അത്യാവശ്യം ഭീകരനായ ഒരു ഫ്യൂൽ ടാങ്ക്. 16.9 ലിറ്റേഴ്സാണ് ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് കേട്ടോ. അതിൻ്റെ ആ ഒരു വലിപ്പം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ ഇത്തിരി ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കാണാം. അതുപോലെ തന്നെ ഒരു വൈഡ് ആയിട്ടുള്ള ഹാൻഡിൽ ബാർസ് വരുന്നുണ്ട്, 2 മിറേഴ്സ്. പിന്നെ അതൊക്കെ ബേസിക്കുള്ള കാര്യമാണ്. പിന്നെ ഇവിടെയാണ് നമ്മുടെ കൺട്രോൾ യൂണിറ്റ് വരുന്നത്. നമ്മുടെ മോഡ്സും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള യൂണിറ്റ് വരുന്നത് ഇവിടെയാണ്. നമുക്ക് വണ്ടിയുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഒന്ന് നോക്കാം. TFT ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൽ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ്. അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആണ് കേട്ടോ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ. പിന്നെ ഇതിൽ നമുക്ക് 5 മോഡ് വരുന്നുണ്ട്. ഏതൊക്കെയാന്ന് വെച്ചാൽ സ്പോർട്ട്, ഗ്രേവൽ, സ്റ്റാൻഡേർഡ്, റെയിൻ. പിന്നെ ഒരു യൂസർ മോഡും കൂടി വരുന്നുണ്ട്. ഈ യൂസർ മോഡ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതാണ് വേറൊരു പ്രത്യേകത. അതിൻ്റെ കൺട്രോൾ യൂണിറ്റ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത് അത് ഈ സൈഡിലാണ് വരുന്നത്. സാധാരണ പോലെ മോഡ് സെലക്ട് ചെയ്യാനുള്ള ബട്ടൺ. പിന്നെ അതിൻ്റെ ജോയ്സ്റ്റിക്ക് വരുന്നുണ്ട്. അപ്പ്, ഡൗൺ, സൈഡ് ഒക്കെ ആക്കാൻ പറ്റുന്ന ഒരു ജോയ്സ്റ്റിക്ക് വരുന്നുണ്ട്. പിന്നെ താഴോട്ട് വരുമ്പോൾ ഹോണ്ട ബട്ടൺ, ഇൻഡിക്കേറ്റർ ഉണ്ട്, ഹസാർഡ് ഉണ്ട്. അങ്ങനെ ഇത്തിരി കാര്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ നമ്മുടെ ഡിമ്മ്, ബ്രൈറ്റ്, പാസ് ഒക്കെ വരുന്നത് ഈ ഒരു സൈഡിലാണ്. ആദ്യം ഡിമ്മ്, പിന്നെ ബ്രൈറ്റ്, പിന്നെ പാസ്, അങ്ങനെയാണ് ഇതിൽ വരുന്നത്. മെയിനായിട്ട് ഈ സൈഡിൽ ഇത്ര കാര്യങ്ങൾ തന്നെയുള്ളൂ. പിന്നെ നമ്മൾ അപ്പുറത്ത് നോക്കുമ്പോൾ ഒരു കിൽ സ്വിച്ച് കാണാം ഓൺ ചെയ്യാനായിട്ട്. ആൻഡ് ഹാൻഡിൽ ബാറിൽ ഇത്ര തന്നെ ഉള്ളൂ. പിന്നെ നമ്മൾ ബാക്കിലോട്ട് വരുമ്പോൾ ഒരു മെറ്റൽ ഗ്രാബ് റെയിൽ കാണാം. അതേപോലെ തന്നെ സീറ്റ്സ് വരുമ്പോൾ അത്ര ഫ്ലഫി ആയിട്ടുള്ള സീറ്റ്സ് അല്ല, എന്നാൽ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റ്സ് ആണ്. നല്ല മെറ്റീരിയലാണ്. നമ്മൾ ടൂറിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല കംഫർട്ടായിരിക്കും ഈ സീറ്റ്സ് തരാം. പിന്നെ ഇതിൻ്റെ ബാക്കിലോട്ട് വരാണെന്ന് ഒരു LED ബ്രേക്ക് ലൈറ്റ്സ് കാണാം, LED ഇൻഡിക്കേറ്റേഴ്സ് കാണാം, ഒരു മഡ് ഗാർഡ് കാണാം. ബട്ട് ഇതിൽ മഡ് ഫ്ലാപ്പ് കാര്യങ്ങളൊന്നുമില്ല. MVD പിടിക്കാന്ന് വെച്ചാൽ നമ്മൾ അവർ പറഞ്ഞ് മനസ്സിലാക്കണം, സാറേ ഇതിങ്ങനത്തെ ഒരു മോഡലാണ്. നമ്മൾ കുറേ കണ്ടിട്ടാണ് മറ്റേ നിഞ്ച കവാസാക്കിയിലൊക്കെ മഡ് ഫ്ലാപ്പ് ഇല്ലാത്തതിനെ പിടിക്കുന്നത്. അപ്പോൾ അതങ്ങനെ ഒരു ഭാഗം. പിന്നെ ഇതിൻ്റെ ഡിസ്ക് ബ്രേക്ക് വരുന്നത് 256mm ഡിസ്ക്കാണ് വരുന്നത് ബാക്കിൽ. വണ്ടി ഓൺ ചെയ്യാനുള്ള പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് എക്സസ് നോട്ടൊന്നും എനിക്ക് കേൾപ്പിക്കാൻ പറ്റില്ല. അതിന് ഞാൻ തന്നെ സോറി പറയുന്നു. ഇതിൽ കയറിയിരിക്കുക എന്ന് പറയുമ്പോൾ ഇങ്ങനെ ചവിട്ടി ഇങ്ങനെ സുഖമായിട്ട് കയറിയിരിക്കാം. പിന്നെ പൊന്തിക്കാനായിട്ട് ചെറിയൊരു സീനുണ്ട്, എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഫ്ലാറ്റ് ഫുട്ടല്ല. എൻ്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ 5'6" ആണ്. 5'6" എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇങ്ങനെ ഇരിക്കാനൊക്കെ പറ്റും. അത് ഞാൻ പറഞ്ഞ സിറ്റി യൂസിന് വലിയ സീനൊന്നും ഇല്ലാത്ത ബൈക്കാണ്. ഞാൻ പിന്നെ ഇങ്ങനത്തെ ബൈക്കിലൊന്നും അധികം കയറാത്തതുകൊണ്ടാണ് ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നി കേട്ടോ. അത്യാവശ്യം നല്ലൊരു ബൈക്ക് തന്നെയാണ്. ഫ്ലാറ്റ് ഫുട്ടിൽ നമ്മളിങ്ങനെ ഇതിങ്ങനെ കാണിച്ചാൽ അത്യാവശ്യം കാലടിയിൽ കൊത്താനായിട്ട് പറ്റും. അത് പിന്നെ അതൊരു പേടിക്കേണ്ട. നമുക്കൊരു സിറ്റി യൂസിനാണെച്ചാലും ഡെയിലി യൂസിന് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ബട്ട് സിറ്റി യൂസിനൊക്കെ ഒരു കുഴപ്പമില്ലാതെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ ആണെച്ചാലും ഭയങ്കര നല്ലൊരു രസമാണ്. ഇരിക്കാനായിട്ട് ഭയങ്കര കംഫർട്ടബിൾ ആണെന്ന് ചോദിച്ചാൽ ഓക്കെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എനിക്ക് ഭയങ്കര ഫ്ലഫി ആയിട്ടുള്ള സീറ്റ് എന്ന് പറയാൻ പറ്റില്ല, ബട്ട് നല്ലൊരു സീറ്റാണ് വരുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞു ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ തൃശ്ശൂർ പെരിങ്ങാവുള്ള ഹോണ്ട ബിഗ് വീലാണ്. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ബൈക്ക് മാത്രമല്ല ഇവിടെ കുറേ ആക്സസറീസും നമുക്ക് മേടിക്കാനായിട്ടും. അപ്പോൾ ഇതിനെക്കുറിച്ച് മെയിനായിട്ട് പറയാനായിട്ട് നമ്മുടെ പുതിയ ബ്രോ ഉണ്ട് നിൽക്കുന്നത്. നമ്മളോട് വരുന്നുണ്ടാ? ഹായ് ബ്രോ, ഷാഹുൽ. ഓക്കെ, നമുക്കിതിലിപ്പോൾ ബൈക്കിൽ നമുക്ക് എല്ലാ മോഡൽസിനുള്ള ആക്സസറീസ് ഇവിടെ അവൈലബിൾ ആണ്. കാരണം നമുക്ക് മെയിൻ ആയിട്ട് പറഞ്ഞാൽ ക്രാഷ് ഗാർഡ്, പിന്നെ അതിൽ വരുന്ന ടൂറിങ്ങിന് പറ്റിയ കേരിയേഴ്സ് വരുന്നുണ്ട്, പിന്നെ സപ്പോർട്ട് ആയിട്ടുള്ള ബാക്ക്, പിന്നെ അഡീഷണൽ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഓക്സിൽ ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ ടൂറിങ്ങിനൊന്നും ഒരു കംഫർട്ട് ആകാറുള്ള ടൈപ്പ് ഫുഡ് സ്ട്രിപ്പ്, നക്കിൾ ഗാർഡ്, അങ്ങനെ കുറേ ഐറ്റംസ് വരുന്നുണ്ട്. വണ്ടി നമ്മുടെ ഇഷ്ടം നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അത് ടൂറിംഗ് ആയിക്കോട്ടെ, സിറ്റി റൈഡ് ആയിക്കോട്ടെ, അതിനുള്ള രീതിയിൽ ഹോണ്ടയുടെ ജെനുവിൻ പാർട്സ് വരുന്നത്. പിന്നെ അതിന് പുറമെ ഗിയേഴ്സും വരുന്നുണ്ട്. അതിൽ ഹെൽമെറ്റ്സ് തൊട്ട് നമുക്ക് റൈഡിങ് പാൻസ് വരുന്ന ഫുൾ ഗിയേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതിലൊക്കെ കുഴപ്പമില്ല, നല്ല രീതിക്കുള്ള ഓഫേഴ്സും ഇപ്പൊ നമുക്ക് കറന്റ് ഈ മന്ത് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഹെൽമെറ്റ്സ് ഒക്കെ നല്ല നല്ല ഹെൽമെറ്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് പിന്നെ കൂടുതൽ അറിയാനായിട്ട് പെരിങ്ങാവ് സെൻട്രൽ തന്നെയാണ് ഷോറൂം വരുന്നത്. ഇവിടെ വന്ന് ഷോറൂമിൽ കോൺടാക്ട് ചെയ്താൽ മതി അല്ലേ? ആ ഷോറൂമിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കോൺടാക്ട് നമ്പറൊക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. ഗൈസ്, ഇത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയാന്ന് വെച്ചാൽ നമ്മളൊരു ഹോണ്ട ട്രാൻസാൽപ്പ് ബൈക്കിൻ്റെ വീഡിയോ എടുക്കാൻ നമ്മളിന്ന് വന്നത്. നമ്മൾ ഇന്നാൾ PJയുടെ ഡെലിവറി
ബൈക്കിന് ഡെലിവറി വന്നിട്ടുണ്ടായിരുന്നു. ബൈക്ക് നോക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവൻ CBRS ആണ് എടുത്തിട്ടായിരുന്നത്. അത് വന്നപ്പോൾ ഞാൻ ഇവിടെ ഈ ചുള്ളൻ ചക്കിയിരിക്കണ കണ്ടു. അപ്പോൾ ഞാൻ ചോദിച്ചത് റിവ്യൂവിന് കിട്ടുമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു എന്താ പിന്നെ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞ് നമുക്ക് റിവ്യൂവിന് തരാണ് ചെയ്തത്. ഇതിൻ്റെ ലോഞ്ചിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തതുകൊണ്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അത് കാണാം. അത് കഴിഞ്ഞ് അവർ പറഞ്ഞു ലോഞ്ച് ചെയ്യാൻ ഏത് ദിവസം വന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ വന്ന് വീഡിയോ എടുത്തു, ഇപ്പോൾ പോവാണ് ഗൈസ്. അതിന് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറി ആണെങ്കിൽ ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ അടിയിൽ ടാഗ് ചെയ്തിടാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. നിങ്ങൾക്ക് എന്ത് ഡീറ്റെയിൽസ് അറിയണമെങ്കിലും ഇവിടെ വിളിച്ചു നോക്കാം. ഇവിടെ നമ്മുടെ തൃശ്ശൂരിലെ ഏറ്റവും വലിയൊരു ഹോണ്ട ഷോറൂമാണ് ഈ പെരിങ്ങാവ് എന്ന് പറഞ്ഞാൽ. തൃശ്ശൂരേക്ക് എല്ലാവർക്കും വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട വണ്ടി എടുക്കുക. പിന്നെ ഞാൻ ഹോണ്ടയെ കുറിച്ച് പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഇത്രയ്ക്ക് റിലയബിൾ ആയിട്ടുള്ള ഒരു ബൈക്ക് എന്ന് പറഞ്ഞാൽ വേറെ ഇല്ല. അതായത് നമ്മുടെ കാസിൽ ടൊയോട്ടയുടെ എഞ്ചിൻ എങ്ങനെയാണോ അതേപോലെയാണ് ബൈക്സിൽ ഹോണ്ടയുടെ എഞ്ചിൻ. എത്ര ലക്ഷം കിലോമീറ്റർ ഓടിയാലും പിന്നെയും ചോദിക്കും ഇനിയും പോവുക, എങ്ങോട്ടാ പോകണ്ടേ എന്ന് ചോദിക്കണ ഒരു എഞ്ചിനാണ് നമ്മുടെ ഹോണ്ടയുടെ എഞ്ചിൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ എല്ലാവർക്കും ധൈര്യമായിട്ട് വന്ന് എൻക്വയറി ചെയ്യാനായിട്ട് പറ്റും. സോ ഇത് തന്നെയാണ് നമ്മുടെ വീഡിയോ. ഇത് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്.